ഹലോ! ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടി കുട്ടി പപ്സിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള പപ്സാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. 1½ കപ്പ് അളവിൽ ഗോതമ്പാവ് എടുത്തിട്ടുണ്ട്. ഗോതമ്പാവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗോതമ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കൈകൊണ്ട് ഇങ്ങനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നമുക്കൊന്ന് ആക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ നമുക്ക് തടവി കൊടുക്കും. ഇന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊരു സൈഡിലോട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനകത്തെ ഫില്ലിങ് തയ്യാറാക്കാം. 1½ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് കേട്ടോ. അതൊന്ന് വറുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ആ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഈ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി ചിക്കൻ മസാല ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ എന്ന്. ഞാൻ ഉരുളൻകിഴങ്ങ് ഉപ്പിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തേക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ആ മസാല എല്ലാം കൂടെ പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ്, ഇതിന് ടേസ്റ്റ് ഒന്നും കാണത്തില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് ഉണ്ടോ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മളെ ഉള്ളിൽ ആ ഒരു മസാല റെഡിയാക്കി കിട്ടും. ഇനി വേണ്ടുന്നത് ഒരു സ്ലാറ്റ് നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു 1½ വലിയ ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിത് ഒരു 7 ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. 7ഓ 8ഓ ബോൾസാക്കി ആക്കിയെടുക്കുക കേട്ടോ. ഒരേ ഷേപ്പിലുള്ള ഒരേ വലിപ്പത്തിലുള്ള ബോൾസാക്കി ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. കുറച്ച് പൊടി തടവിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഇതേപോലെ പൊടി അപ്പുറത്തും ഇപ്പുറത്തും ആക്കിയതിന് ശേഷം കൊണ്ടുവന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഒരുപാട് പൊടി ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മളുടെ പരത്തിയെടുത്ത ചപ്പാത്തി മാവ് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ലറിയില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും നല്ലതുപോലെ കൈകൊണ്ട് തേച്ച് കൊടുക്കുക. ഓരോ ലെയറിലും ഇതേപോലെ സെറ്റ് ചെയ്യുക. വീണ്ടും അടുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 7 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 7ാമത്തെ ലെയറിൻ്റെ ടോപ്പ് ലെയറിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി അതിൻ്റെ മുകളിൽ 7ാമത്തെ ലെയറും വെച്ചതിന് ശേഷം നമ്മളിതിൽ റോളർ ഉപയോഗിച്ച് വീണ്ടും ഒന്ന് തിന്നായിട്ട് എത്രത്തോളം തിന്നായിട്ട് പരത്താമോ അത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് അങ്ങ് തിന്നാക്കണ്ട, കുറച്ച് അത്യാവശ്യം ഒരു വലുപ്പത്തിലാക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഷേപ്പ് കിട്ടാൻ വേണ്ടി സൈഡിലത്തെ ആവശ്യമില്ലാത്ത ആ ഒരു പോർഷൻസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു സ്ക്വയർ അത്യാവശ്യം ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ ചെറിയ ചെറിയ പോർഷൻസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എൻ്റെ കട്ടിങ് ഒക്കെ ഇച്ചിരി ഒന്ന് വളഞ്ഞൊക്കെ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 9 മിനി പപ്സാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോന്നിനകത്തും ഇതേപോലെ ചെറിയ ചെറിയ ബോൾസാക്കി വെക്കുക. അതിനുശേഷം വെള്ളം 4 സൈഡും ഇങ്ങനെ കൈ കൊണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ തടവിന് ശേഷം സാധാരണ പപ്സ് നമ്മളിങ്ങനെ ആക്കി എടുക്കത്തില്ല, കോണോട് കോണ് ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. 4 കോണും ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ആ ഒരു സൈഡിലെ ആ ഓരോ മൂലകളും ആ ഒരു തുറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയല്ലേ. ഇപ്പം എയർ ഫ്രയറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാക്കി എടുത്താൽ നല്ല അടിപൊളിയായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല. ഇതേ ഒരു 5ഓ 6ഓ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും വെച്ചിട്ട്
ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഏകദേശം ഒരു 3 മിനിറ്റോളം നമുക്ക് എടുക്കുമൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യുക, ഓരോ സൈഡും ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മിനി പപ്സ് ഇവിടെ റെഡി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പൊട്ടറ്റോയുടെ മിക്സ് അല്ലാതെ നമ്മൾ ഈ മുട്ടത്തോരൻ പോലുള്ള ആ ഒരു മിക്സ് ആക്കി വെച്ചാൽ നല്ല അടിപൊളിയാണ്. സംഭവം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മിനി പൊട്ടറ്റോ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പപ്സിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. കാണാനും നല്ല ലുക്കാണ്. കാണാനുള്ള ലുക്ക് മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഒരുപാട് സ്നാക്സ് ഐഡിയാസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുമൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.